ഹലോ ഗായ്സ്, ഓഫീസ് കഴിഞ്ഞ് ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഗേഡ് റോഡായിരുന്നു. സോ എന്താ പറയുക, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ബ്രിഗേഡ് റോഡ്. എനിക്ക് വാക്ക് ചെയ്യാനാണെങ്കിലും ഒറ്റയ്ക്ക് കുറച്ച് നടക്കാനാണെങ്കിലും. ഇന്നത്തെ എൻ്റെ വർക്ക് ഉണ്ടായിരുന്നത്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്ക് ഉണ്ടായിരുന്നത് ബ്രിഗേഡ് റോഡായിരുന്നു. അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പ് പാച്ചു റോൾസ്, അത് ഇപ്പോൾ പുതിയത് ചർച്ച് സ്ട്രീറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അവർ ഓൾറെഡി 3ാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ ചർച്ച് സ്ട്രീറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ പറയുക, നമുക്കതൊന്ന് വീഡിയോ ചെയ്യാം. നമ്മൾ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രിഗേഡ് റോഡിലൊക്കെ കറങ്ങാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ റേറ്റ് കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റോൾസും ജ്യൂസൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് പാച്ചു റോൾസ്. അപ്പം ഞാൻ എന്നുള്ളത് പാച്ചു റോൾസിലേക്കാണ് പോണത്. അപ്പോൾ ബ്രിഗേഡ് റോഡിലൊരു വാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് പാച്ചു റോൾസ്. നമ്മളിപ്പോൾ ചർച്ച് സ്ട്രീറ്റിലാണുള്ളത്. ചർച്ച് സ്ട്രീറ്റിൻ്റെ മെയിൻ ഏരിയയിൽ തന്നെ പാച്ചു റോൾസ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ബ്രാഞ്ചാണ് ഇവർക്ക് പാച്ചു റോൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കെന്തായാലും നല്ലൊരു ജ്യൂസും ഒരു നല്ല റോൾസൊക്കെ ഒന്ന് കഴിക്കാം, ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ബ്രിഗേഡ് റോഡിലെ മെയിൻ വായ നോക്കി എന്ന് പറയാറ്റില്ല, ഇവൻ്റെ വലിയൊരു ചിത്രകാരനാണ്. നമ്മൾ ബ്രിഗേഡ് റോഡിൽ ചർച്ച് സ്ട്രീറ്റിൽ നടക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വിൽക്കുന്നത് കാണാം. വരച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ചെങ്ങായാണ്. പാവം പിടിച്ചതല്ലേ. ഓക്കെ, അപ്പം പാച്ചു റോൾസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നു കൊണ്ട് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവർ തന്നെ ബ്രിഗേഡ് റോഡിൻ്റെ ആ ഭാഗത്തിന് എന്താ പറയുക, നമ്മൾ ബ്രിഗേഡ് റോഡിൻ്റെ ആ സൈഡിൽ എന്താ പറയുക, നമ്മൾ ദുബായ് പ്ലാസിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒന്നും കൂടി ഉണ്ട്. ഇപ്പം മെയിനായിട്ടുള്ള ഒരു വലിയൊരു അടിപൊളി രീതിയിൽ ഇവരോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ചർച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയ റേറ്റാണ്. ഒരു റോൾസിന് 80 റുപ്പീസും, അതേപോലെ തന്നെ മൊയ്റ്റോ 70 രൂപയും, ഫ്രഷ് ജ്യൂസസിനൊക്കെ ഒരു 60 രൂപ. ചർച്ച് സ്ട്രീറ്റിൽ ഇത്രയും റേറ്റ് കുറച്ചിട്ട് വേറെ അവിടെ നിങ്ങൾക്ക് ഒരു ജ്യൂസും റോൾസും കിട്ടൂല. ഒരു ക്രിസ്പി റോളില്ലേ, ക്രിസ്പി ചിക്കൻ റോൾ ഒന്ന്, പിന്നെ അതേപോലെ തന്നെ ഒരു ബോബ ചോക്ലേറ്റ് കോഫി ഒന്നല്ലേ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് അതേപോലെ തന്നെ വെജിലും ചിക്കനിലൊക്കെ ഉള്ള വെറൈറ്റീസ് ഇവരെടുത്തുണ്ട്. ഒന്നിൽ 2 പീസ് ഉണ്ടാവാം. അതേതാ ലാസ്റ്റ് ഉള്ളത്? ജംബോ ആണ്. ജംബോയിലെല്ലാം വരുന്നുണ്ട്, മിക്സാണ്. ജംബോന് എങ്ങനെ റേറ്റ്? 110. ക്രിസ്പിക്കോ 100 അല്ലേ? റോളല്ലേ? നമ്മളെല്ലാവരും ബ്രിഗേഡ് റോഡിൽ വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേ കറങ്ങാൻ ഇറങ്ങുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും നോക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രിഗേഡ് റോഡിലുള്ള ഒരു കഫേയാണ് പാച്ചു റോൾസ് എന്ന് പറയുന്നത്. അവരുടെ റോൾസ് ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, നമുക്കൊരു 40 രൂപക്കും 30 രൂപക്കൊക്കെ ബ്രിഗേഡ് റോഡിൽ നിന്നിട്ട് ജ്യൂസ് കഴിക്കാനുള്ള ഒരു ഓപ്ഷനാണ് പാച്ചു റോൾസിലുള്ളത്. ഒരു പുതിയ സ്റ്റോർ ചർച്ച് സ്ട്രീറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട്. ദ സെയിം പ്രൈസസ് ലൈക്ക് 80 രൂപക്കും 70 രൂപക്കൊക്കെ റോൾസും ബർഗറും സാൻഡ്വിച്ചൊക്കെ കിട്ടുന്ന രീതിയിലും, പിന്നെ ജ്യൂസസ് ആണെങ്കിൽ ലൈക്ക് 80 റുപ്പീസ്, 70 റുപ്പീസ്, 50 റുപ്പീസ്. ഇപ്പം ബാംഗ്ലൂർ ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റിൽ നിങ്ങൾക്കൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കഫേയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ കഴിച്ചത് ലൈക്ക് ക്രിസ്പി ചിക്കൻ റോളാണ്. ഇറ്റ്സ് യമ്മി. കാരണം എന്താ, നമ്മളിപ്പോൾ ഒന്ന് വീക്കെൻഡിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഒന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ബ്രിഗേഡ് റോഡിലെ ഒരു നല്ല ഒരു ലൈക്ക് കഫേ. ഇപ്പം പാച്ചു റോൾസിൽ പുതിയതിൽ നല്ല സിറ്റിംഗ് ഉണ്ട്. മെയിൻ പാർട്ട് ചർച്ച് സ്ട്രീറ്റിൽ ഇത്രയും വില കുറച്ച് വേറെ എവിടുന്നും ഒരു ഡിഷ് കിട്ടൂല എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം.
എന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വാക്ക് പാച്ച് റോൾസിലേക്കായിരുന്നു. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇത് കുറച്ചും കൂടി സ്പൈസി വേണമെങ്കിൽ സ്പൈസി പറയാം, സ്പൈസി വേണമെങ്കിൽ സ്പൈസി വേണ്ടെന്ന് പറയാം. പിന്നെ ഇവരിൽ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് വെറൈറ്റി റോൾസ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്. ജ്യൂസസിൽ തന്നെ ഓൾമോസ്റ്റ് ഫ്രഷ് ആയിട്ടും ഷേക്സ് ആയിട്ടും ഒരുപാടുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് കോഫി ചോക്ലേറ്റ് ബോബാണ്. സോ നിങ്ങളെന്തായാലും അടുത്ത പ്രാവശ്യം ബ്രിഗേഡ് റോഡിൽ വരുന്ന സമയത്ത് ചർച്ച് സ്ട്രീറ്റിൽ വാക്കിങ്ങിന് ഇറങ്ങുമ്പോൾ പാച്ച് റോൾസ് എന്തായാലും ഒരു റോള് കഴിച്ചോളൂ, ജ്യൂസ് കഴിച്ചോളൂ. അപ്പം നമ്മുടെ ബ്രിഗേഡ് റോഡിൽ ഇന്നത്തെ ഒരു ഫുഡടി കഴിഞ്ഞു. അതിഥിയോ? നീ അതിഥി എങ്ങനെയാ? നീ ബ്രിഗേഡ് റോഡിൽ അതിഥിയല്ല, നീ ഇവിടെ കിടക്കാണ് മൊത്തത്തിൽ. അപ്പം നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗിൽ ആ ഒരു ക്ഷീണം കാണാനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രിഗേഡ് റോഡിൽ വരുന്ന സമയത്ത് മെട്രോ സ്റ്റേഷൻ നേരെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ പാച്ച് റോൾസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ മലയാളിൻ്റെ തന്നെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നന്നായിട്ട് റോൾസ് കഴിക്കാനും ബർഗർ കഴിക്കാനുള്ള ഒരു ലൊക്കേഷനായി. പിന്നെ ഇന്ന് വീക്കെൻഡ് അല്ല, വീക്ക് ഡേ ആണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, സമാധാനത്തോടെ നടക്കാം. പിന്നെ എൻ്റെ ഷോപ്പോ ഏത്? ഇതാണോ എൻ്റെ ഷോപ്പ്? നോക്കട്ടെ, ഇവൻ്റെ ഷോപ്പ് കാണിച്ചു തരാം. ബ്രിഗേഡ് റോഡിലെ ഇതാണ് ഇവൻ്റെ ഷോപ്പ്. നീ എപ്പോഴാണ് എന്നെ വരച്ചു തരാം? ഒന്ന് പറഞ്ഞുതരും. ഇതെൻ്റെ ഷോപ്പിലുള്ള സെയിൽസ് ഗേളാ? അല്ലല്ലോ. അല്ല, ചിത്രത്തിൻ്റെ അടുത്ത് നിൽക്കണപ്പോളേ നീ എന്നെ ഒന്ന് വരച്ചേ. നീ വരച്ചു കഴിഞ്ഞിട്ട് വല്ല പൃഥ്വിരാജോ മമ്മൂട്ടിക്കാവോ? അവർക്ക് കൊടുക്കാലോ. അല്ല, അതല്ല, എന്നെ നീ വരച്ചിട്ട് ലുക്ക് മാറുമെന്നുള്ള ഒരു ഡൗട്ട് പേടി. അപ്പോൾ ഇതാണ് മെട്രോ സ്റ്റേഷൻ വരുന്ന അവിടെയാണ്. അതേപോലെ തന്നെ നമ്മൾ ചർച്ച് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. സോ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ബ്രിഗേഡ് റോഡ്. നടന്നു, ഒരു റോളും ജ്യൂസും കഴിച്ചു, നിങ്ങളെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി. നമ്മളെ ചെക്കനൊന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റി. നിങ്ങൾ എന്തായാലും ഈ ഏരിയ കൂടി നടക്കുന്ന സമയത്ത് എന്തായാലും ഇവനെ കാണും. കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീട്ടിലൊന്ന് അറിയിച്ചാൽ ചെക്കൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം എന്തായാലും ഗുഡ് നൈറ്റ്. എല്ലാവരും ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഈ ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടട്ടെ. താങ്ക് യു.